ഇവിടുന്ന് വയ്യാതെ ഒരു ദിവസം ഉച്ചയ്ക്ക് ലീവ് എടുത്ത് പോയതാ. പിറ്റേന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത്രയും ചൂടത്ത് അവരെ അടുത്ത് പണിയെടുപ്പിക്കാൻ ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോലും പറ്റാതെ, കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ പറ്റാതെ, അമിത ജോലി ഭാരണം കാരണം തലകറങ്ങി വീഴുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ കണ്ടു. കൊല്ലം ആർ.കെ. മാളിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നടക്കുന്ന തൊഴിൽ ചൂഷണത്തെ പറ്റിയ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, സ്വകാര്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് വൻ തൊഴിൽ ചൂഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ നിയമം അല്ലെന്നുണ്ടെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ വെറും നോക്കുകുത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഇവിടെ പറയാം. ആദ്യമായിട്ട് സ്ത്രീകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതലും സ്ത്രീകളാണ് ഇതുപോലെ തൊഴിൽ ചൂഷണത്തിന് ഇരയാകുന്നത്. കാരണം ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി അല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വേറൊരു ജോലി കിട്ടില്ല എന്നുള്ളൊരു പേടി കാരണം പലരും ഈ തൊഴിൽ ചൂഷണം സഹിച്ചാണ് പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നത്. ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ആർ.കെ. മാളുമായി ബന്ധപ്പെട്ട് ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ തൊഴിൽ ചെയ്ത സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ വീഡിയോയിൽ അവർ കൃത്യമായി പറയുന്നുണ്ട്. ഒരു ലീവ് എടുത്തു കഴിഞ്ഞാൽ ലീവ് പെരുപ്പിച്ച് കാട്ടി സാലറി കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സാലറി, അവർക്ക് കൊടുക്കുന്ന ജോലി ഭാരം, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാനിത് പറയാൻ നേരത്തെ ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാപനം പൂട്ടുന്നതിനെ പറ്റിയൊന്നുമല്ല ഞാൻ പറയുന്നത്. സ്ഥാപനം ഉണ്ടെങ്കിലേ ആൾക്കാർക്ക് ജോലി കിട്ടത്തുള്ളൂ. പക്ഷെ അതിൻ്റെ പേരിൽ തൊഴിൽ ചൂഷണം അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ മനുഷ്യരാണ് എന്ന് മാനേജ്മെന്റ് തിരിച്ചറിയാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടൊന്നും പറയാനാകില്ല. ഇതിന്റെ കമന്റ് ബോക്സിൽ ചില ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റ് വായിച്ച് കേൾപ്പിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാൻ അവരുടെ കമന്റുകൾ വായിച്ച് കേൾപ്പിച്ചു. അതുപോലെ 2-3 ആഴ്ച കൊല്ലം ആർ.കെ. വെഡിങ് വർക്കിൽ ചെയ്ത ഒരാളാണ് ഞാൻ. ഹോസ്റ്റലിൽ വന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് തറയിലാണ് കിടന്നത്. അത് പില്ലോ പോലും ഇല്ലാതെ ഒരു ബ്ലേഡ് പോലുള്ള ബെഡിലാണ് കിടന്നത്. ഭയങ്കര പ്രഷറാണ് അവർ തരുന്നത്. ഒരു മാനർ ഇല്ലാത്ത HR ആണ് അവിടെയുള്ളത്. ഒരു പനി വന്ന് 2 ദിവസം വയ്യാഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കടന്നിട്ടും ഫുഡ് പോലും കൊണ്ടു തന്നിട്ടില്ല, കുടിക്കാൻ വെള്ളം പോലും ഇല്ല. പ്രൈസിങ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും തലകറക്കം, പനി എല്ലാമായിട്ട് കുഴഞ്ഞു. ഇവരുടെ ഈ ബിഹേവിയർ കാരണമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതും റിസൈൻ ചെയ്യുവാണെന്ന് പറഞ്ഞപ്പോൾ അവർ സാലറി തരില്ലെന്ന് പറഞ്ഞു. അവിടെ കുറെ മഴപ്പാഴുകളുണ്ട്, അസിസ്റ്റന്റ് HR ആണെന്ന് പറഞ്ഞ് എളിഞ്ഞു നടക്കുന്ന അവളുമാർ. ഞങ്ങളെ അതുപോലെ കഷ്ടപ്പെട്ടിട്ട് അവിടെ റൂൾ അനുസരിച്ച് അവർ സാലറി തരില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ കച്ചറ ഉണ്ടാക്കി. ഞങ്ങൾ രാവിലെ റിസൈൻ ചെയ്യാൻ വന്നിട്ട് വൈകുന്നേരം 5:30 കഴിഞ്ഞാണ് ഞങ്ങളെ വിട്ടത്. അതുവരെ ഞങ്ങളെ ആരും മൈൻഡ് ആക്കാതെ അവിടെ നിർത്തി. അവസാനം ഞങ്ങൾ കയറി കച്ചറ ഉണ്ടാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് തന്ന സാരി തിരിച്ചു തന്നിട്ട് റിസൈൻ ചെയ്ത് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ടും സാലറി തരില്ലെന്ന് പറഞ്ഞു. എൻ്റെ ഒരു ID പ്രൂഫോ കാര്യങ്ങളോ ഒന്നും വാങ്ങാതെ അവിടെ പണിയെടുപ്പിച്ചിട്ട് ഞങ്ങൾക്ക് പണിത സാലറി തരില്ലെന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ ലേബറിൽ കൊണ്ട് പെറ്റീഷൻ കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ സാരി, നെയിം ബോർഡ് അങ്ങനെ എല്ലാം മാക്സിമം പിടിച്ചിട്ട് അവസാനം തുച്ഛമായ ഒരു തുക ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു കമന്റ് ഞാൻ കേട്ടു. വേറെയും കമന്റ് ഉണ്ട്. യു ക്യാൻ ചെക്ക് വിത്ത് ദ DH കാഷ്വാലിറ്റി. ഒത്തിരി കുട്ടികൾ ഷോപ്പിലെ സ്റ്റാഫ് യൂണിഫോമിൽ തന്നെ വയ്യാതെയായി വരുന്നുണ്ട്. അത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സ്ത്രീകളൊക്കെ ഈ അമിത ജോലി ഭാരം കാരണം തലകറങ്ങി വീഴുകയും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതായത് ആ യൂണിഫോമിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് പ്രശസ്തമായ എല്ലാ വസ്ത്ര സ്ഥാപനങ്ങളിലെയും സെയിൽസ് ഗേളുകളെ കാണാം. വെള്ളം കുടിക്കാൻ ചുണ്ട് വരണ്ട് വളരെ ക്ഷീണിച്ച അവസ്ഥയിൽ അവർക്ക് സമയത്ത് ആഹാരം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനോ ഉള്ള സമയം ലഭിക്കാറില്ല. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ജോലി നഷ്ടപ്പെടുമെന്ന് കരുതി ആരും പ്രതികരിക്കുന്നില്ല. ഇവിടെയാണ് പോയിന്റ്. ജോലി നഷ്ടപ്പെടും എന്ന് കരുതിയിട്ടാണ് പല സ്ത്രീകളും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. സ്ത്രീകളെ മാത്രമല്ല കേട്ടോ, പുരുഷന്മാരെയും ഈ തൊഴിൽ ചൂഷണത്തിന് ഇരയാക്കുന്നുണ്ട്. ഇനി എനിക്ക് നേരിട്ട് അറിവുള്ള ചില കാര്യങ്ങളൊക്കെ പറയാം. ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ, ഇപ്പം ഷോറൂം മേഖല, ഈ വാഹനങ്ങളുടെ ഷോറൂം മേഖലയുണ്ട്. പുറത്തുനിന്ന് കാണാൻ നേരത്തെ AC കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇതിനുള്ളിൽ നടക്കുന്ന തൊഴിൽ ചൂഷണം ഭയങ്കര തൊഴിൽ ചൂഷണമാണ്. പ്രത്യേകിച്ച് ഫ്രഷ് ആയിട്ട് വരുന്ന ഈ പഠിച്ചിറങ്ങി വരുന്ന പയ്യന്മാരൊക്കെ ഉണ്ട്. ഇവരെ ഇട്ട അടിമപ്പണിയാണ്. വെറും സ്ലേവ് എന്നുള്ള രീതിയിൽ അടിമയെ പോലെയാണ് ഈ ഷോറൂമുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇവർക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒന്നും അല്ല ഡ്യൂട്ടി. ഇവർ പറയുന്നവരെയാണ് പലപ്പോഴും ഡ്യൂട്ടി. അവരെ അവിടിട്ട് എല്ലാ തരത്തിലുള്ള പണികളും ചെയ്യിപ്പിക്കും. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പോലും കാണാത്ത രീതിയിലാണ് അവരെ പലപ്പോഴും തൊഴിൽ ചൂഷണം ചെയ്യുന്നത്. ഇവർക്ക് കൊടുക്കുന്ന സാലറി കൃത്യമായ രീതിയിൽ ഗവൺമെന്റ് പറയുന്ന റൂൾ അനുസരിച്ചൊന്നുമല്ല പലപ്പോഴും സാലറി കൊടുക്കും. ഇവർക്ക് രജിസ്റ്റർ പേര് പോലും കാണത്തില്ല, ഇവർക്ക് വേറൊരു രജിസ്റ്റർ കാണും. ഇതിൻ്റെ ഇടയ്ക്കുള്ള കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥർ വരും. ഈ ഉദ്യോഗസ്ഥർ വരാൻ നേരത്ത് ഇവിടെ എല്ലാം വൃത്തിയാക്കിയിടും. ഈ പിള്ളേരെ ബാക്കിൽ യാടി കൊണ്ടുവരുത്തും. അതായത് നിയമത്തിന്റെ മുന്നിൽ പണിയെടുക്കുന്നത് കുറച്ച് പേരായിരിക്കും. ഇതല്ലാതെ അനധികൃതമായി വെറും അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ തന്നെ സ്ത്രീകളുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ ഷോറൂമിൽ ഒരു ബാത്റൂം ഉണ്ട്. മുകളിലുള്ള നിലയിലാണ് ബാത്റൂം ഉള്ളത്. ആ ബാത്റൂമുമായി ബന്ധപ്പെട്ടൊരു സർവീസ് വരും. ഇവര് ഈ ഷോറൂം മേഖലയാണ്. ഈ സ്ഥലപരിമിതികളുണ്ട്. പലപ്പോഴും ഈ നിയമങ്ങളൊക്കെ കാറ്റി പറത്തിക്കൊണ്ടായിരിക്കും ഇവർ
ഈ സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ബ്ലോക്ക് ആവും. അപ്പോൾ സ്ത്രീകൾക്ക് ബാത്റൂമിൽ പോകാൻ പറ്റാതെ രാവിലെ ഡ്യൂട്ടിക്ക് വന്ന് വൈകിട്ട് വരെ ബാത്റൂമിൽ പോയും പറ്റാതെ ദിവസങ്ങളോളം സ്ത്രീകൾ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ കംപ്ലൈന്റ് പോകും എന്നുള്ള പേരിലാണ് പിന്നെ ഒന്ന് നടപടി എടുക്കുന്നത്. അപ്പോൾ അത്രയും തൊഴിൽ ചൂഷണം നേരിടുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. ലേബർ ഡിപ്പാർട്ട്മെന്റും ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ മാനേജറും തമ്മിൽ ഭയങ്കര ലിങ്ക് ആയിരിക്കും. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കാണും. ഇവർ വരുമ്പോൾ ഇൻസ്പെക്ഷൻ വരാൻ നേരത്തെ അറിയിച്ചിട്ട് വരും. ആ സമയത്ത് ഇതെല്ലാം വൃത്തിയാക്കിയിടും. അനധികൃതമായി കുടിയേറ്റക്കാരെ പോലെ കുറേ ജീവനക്കാരെ വെക്കും. ഇവർ തുച്ഛമായ രീതിയിൽ സാലറി കൊടുക്കും. ഇവർക്ക് ബാക്കി ആനുകൂല്യങ്ങളൊന്നുമില്ല. പറയുമ്പോൾ ഇവിടുത്തെ ജോലി ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഈ കുടിയേറ്റക്കാരില്ലേ, ഈ കപ്പലിലും ബോട്ടിലും ഒക്കെ ഈ ഓരോ രാജ്യത്തു നിന്നൊക്കെ പോയിട്ട് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ പട്ടിയെ പോലെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന മഹാഭൂരിപക്ഷം സ്വകാര്യ സ്ഥാപനങ്ങൾ തൊഴിൽ തട്ടിപ്പും തൊഴിൽ ചൂഷണവും നടത്തുന്നുണ്ട്. മനുഷ്യനെ മൃഗത്തിനെ പോലെ കണ്ട് ഒരു അടിമയെ പോലെ കണ്ട് ഉപദ്രവിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. നമ്മുടെ നാട്ടിൽ തൊഴിൽ സ്ഥാപനങ്ങൾ വേണം. നമ്മുടെ നാട്ടിൽ തൊഴിൽ നിയമങ്ങളും വേണം. മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കാണണം. തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങി എന്തും സഹിച്ചൊരു തൊഴിലാളി അവിടെ നിൽക്കണം എന്ന് പറയുന്നത് മനുഷ്യത്വ ഇല്ലായ്മയാണ്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക.